അമേസ് മെക്കാനിക്കലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോയിൽ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൻ്റെ വെയിറ്റേജ് ക്ലബ്ഡ് ആണ്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റേജ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് കൊടുത്തിട്ടുള്ളൂ. കാരണം നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് ഓൾറെഡി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ തമ്മിലുള്ള വ്യത്യാസം എന്താ? എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ റിജിഡ് ബോഡീസിനെ പറ്റിയാണ് കൂടുതലും സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ ഫ്ലെക്സിബിൾ ബോഡീസ് അല്ലെങ്കിൽ ഡീഫോമബിൾ ബോഡീസിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആക്ച്വലി പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഒരു കാറ്റഗറി, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒരു ബ്രോഡ് സബ്ജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ എനി ബോഡി, അതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് വരും, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ വരും, ഒരുപാട് ടൈപ്സ് ഓഫ് മെക്കാനിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മളെ ബിടെക് പഠിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് റിജിഡ് ബോഡീസ്. ഒരു ബോഡിയിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിന്റെ സൈസിലോ ഷേപ്പിലോ മാറ്റം വരാത്ത ബോഡീസ് ആണെന്ത് റിജിഡ് ബോഡീസ്. അത്തരത്തിലുള്ള ബോഡീസ് ആണ് നമ്മളവിടെ പഠിക്കുന്നത്. അതിൽ തന്നെ അങ്ങനെയുള്ള ഒരു ബോഡി നാച്ചുറലി പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഡീഫോം ചെയ്യാത്ത വല്ല ബോഡീസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ബോഡീസും, നാച്ചുറലി കാണുന്ന എല്ലാ ബോഡീസും എന്താണ്? ഡീഫോമബിൾ ബോഡീസ് ആണ്. ഒരു പരിധി വിട്ട് അതിലെ എക്സ്റ്റേണൽ ഫോഴ്സുകൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയിലെ സൈസിലോ ഷേപ്പിലോ മാറ്റം വരും. അത്തരം ബോഡീസ് ആണ് ഡീഫോമബിൾ ബോഡീസ്. ആ ഡീഫോമബിൾ ബോഡീസിൽ തന്നെ സോളിഡ്സ് വരാം, ഫ്ലൂയിഡ്സ് വരാം. സോളിഡ് ആണ് പഠിക്കുന്നതെങ്കിൽ സോളിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ആണ് പഠിക്കുന്നതെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ദി റിസൾട്ടന്റ് ഫോഴ്സ് ഓഫ് ടു ഈക്വൽ ഫോഴ്സസ് P is equal to P. The angle between them in degrees is 30 degree, 60 degree, 90 degree, 120 degree. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് ഈക്വൽ ഫോഴ്സുകൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ റിസൾട്ടന്റ് ഫോഴ്സ് അതിന്റെ വാല്യൂവും തന്നെയാണ്, പി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചില എക്സ്ട്രാ ഭാഗങ്ങൾ പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് എന്നുള്ളത്, എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്നുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ ബോഡി. അതായത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ നിന്ന് വരുന്ന ഡെഫിനിഷൻ ആണ് ഒരു ഫോഴ്സ് എന്താണ് എന്നത്. ഒരു ബോഡി അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയുള്ള യൂണിഫോം മോഷനിലോ അതിനെ എന്താണോ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത്, ആ മാറ്റം വരുത്തുന്ന എക്സ്റ്റേണൽ ഏജന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എപ്പോഴാണ് ഈ ഒരു ഫോഴ്സ് ഒരു റിസൾട്ടന്റ് ഫോഴ്സ് ആയിട്ട് മാറുന്നത്? ഓക്കെ, റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി നമ്മൾ നാച്ചുറലി കാണുന്ന മിക്കവാറും എല്ലാ ബോഡീസിലും ഒരു സിംഗിൾ ഫോഴ്സ് മാത്രമായിരിക്കില്ല ആക്ട് ചെയ്യുക. ഒരുപാട് ഫോഴ്സുകൾ അറ്റ് എ ടൈം ആക്ട് ചെയ്യും. ഈ ബോഡിയിൽ ഇതെന്ത് ഇഫക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതേ ഇഫക്റ്റ് തരുന്ന ഒരു സിംഗിൾ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ ഒരു ബോഡി ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ബോഡിയിൽ ഞാൻ ആദ്യം ഒരു സർട്ടൺ ഫോഴ്സ് F1 അപ്ലൈ ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ ബോഡീനെ അതെന്ത് ചെയ്യും? ഒരു സർട്ടൺ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്തു. ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ബോഡിയെ ഡിസ്പ്ലേസ് ചെയ്ത് ഇവിടെ എത്തിച്ചു എന്ന് വിചാരിക്കാം. അതിനുശേഷം ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ബോഡിയെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ലെറ്റ് ഇറ്റ് ബി F2. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഈ ബോഡി ആ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഇവിടെ എത്തി. എന്ന് വെച്ചാൽ ഈ ബോഡിയുടെ ഇതാണ് ഇതിന്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്, ഇതാണ് ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ എത്തിക്കാമായിരുന്നു ഈ ബോഡിയെ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സിംഗിൾ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ റിസൾട്ടന്റ്. കാരണം എന്താ? ഈ റിസൾട്ടന്റ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ഇഫക്റ്റ് തന്നെയാണ് ആ ബോഡിയിൽ അല്ലെ. ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ സെയിം ഡിസ്പ്ലേസ്മെന്റ് വേണമെങ്കിൽ എനിക്ക് ഈ ഒരൊറ്റ ഫോഴ്സ് വെച്ചുകൊണ്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ രണ്ട് ഫോഴ്സുകൾ ഈ ബോഡിയിൽ എന്ത് റിസൾട്ട് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതേ റിസൾട്ട് തരുന്ന ഒരു സിംഗിൾ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു സിമ്പിൾ ലോ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പാരലോഗ്രാം ലോ. രണ്ട് ഫോഴ്സുകളൊക്കെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ ലോ ആണെന്ത്? പാരലോഗ്രാം ലോ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്? പാരലോഗ്രാം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ബോഡിയിൽ
പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സർട്ടൻ ആംഗിളിൽ ക്യൂ എന്ന് പറയുന്ന മറ്റൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകൾ, ഫോഴ്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എന്താണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, സോറി, യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ്, യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ന്യൂട്ടൺ ആണ്, അല്ലെ? അപ്പൊ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ആണ് പി, ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ക്യൂ എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ രണ്ടുപേരും ചേർന്ന് ബോഡി ഒരു സർട്ടൻ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്യും, അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫോഴ്സിന്റെ കൂടെ എന്തും പറയണം, അതിന്റെ ഡയറക്ഷൻ പറയണം. എങ്ങോട്ടാണ് അത് മൂവ് ചെയ്തത്? 5 ന്യൂട്ടൺ ഫോഴ്സ് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ ഫോഴ്സിന്റെ കൂടെ അതിന്റെ ഡയറക്ഷനും പറയണം. അത്തരം ക്വാണ്ടിറ്റീസ് ആണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ശ്രദ്ധിക്കാം. അപ്പൊ എന്താണ് ഈ ഒരു പാരലോഗ്രാം ലോ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ് 10 ന്യൂട്ടൺ. അത് 10 സെന്റിമീറ്റർ സ്കെയിലായിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുന്നു? ഒരു ലൈൻ വരയ്ക്കുന്നു. 10 സെന്റിമീറ്റർ സ്കെയിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതുപോലെ തന്നെ ഈ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. ക്യൂ എന്ന് പറയുന്നത് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ തീറ്റ ആംഗിൾ ഇവിടെ മെഷർ ചെയ്യാം. എന്നിട്ട് ഒരു 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. എനിക്ക് വേണമെങ്കിൽ ഈ 10 സെന്റിമീറ്റർ ഇവിടെ പാരലായിട്ട് കൺസ്ട്രക്ട് ചെയ്തൂടെ? ഇവിടെ പാരലായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഈ 5 സെന്റിമീറ്ററിന് പാരലായിട്ട് ഇവിടെയും ഒരു ലൈൻ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഫോം ചെയ്തു? ഇവിടെ കിട്ടിയ ഈ ഷേപ്പ് ആണെന്ത്? ഒരു പാരലോഗ്രാം എന്ന് പറയുന്നത്. ഈ പാരലോഗ്രത്തിന്റെ ഈ രണ്ട് അഡ്ജസന്റ് എഡ്ജസ് ആണ് ആ രണ്ട് ഫോഴ്സുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് പാരലായിട്ട് ഞാൻ രണ്ട് ലൈൻസ് വരച്ചു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പാരലോഗ്രാം ലോ ഇൻഡിക്കേറ്റ്സ് ഈ ഫോഴ്സുകൾ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ O എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് ഞാൻ വരയ്ക്കുന്ന ഡയഗണൽ ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് കോർണർ, അതാണ് അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഫോഴ്സുകളെ ഒരു പാരലോഗ്രത്തിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ അഡ്ജസന്റ് സൈഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഞാൻ വരയ്ക്കുന്ന ഡയഗണല് ആ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കാണിച്ചു തരുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പാരലോഗ്രാം ലോ. അപ്പോൾ ചില മന്ത്രവാദമൊക്കെ നടത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ഒരു ഫോർമുല, ഒരു മാത്തമാറ്റിക്കൽ ഒരു ഫോർമുലയിലേക്ക് കൊണ്ടുവരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടന്റ് കാണാനുള്ള ഫോർമുല ഈസ് ഗിവൺ ബൈ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഓക്കെ, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇതാണെന്ത്? റിസൾട്ടന്റ് കാണാനുള്ള ഫോർമുല. ഇനി ഈ റിസൾട്ടന്റ് ഈ പി എന്ന് പറയുന്ന ഫോഴ്സുമായിട്ട്, ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്ന ഫോഴ്സ്, ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ്, അല്ലെ? ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് ആയിട്ട് ആ ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഫോഴ്സ് എന്ന് പറയുന്നത് എന്നും വേണം, അതിന്റെ ഡയറക്ഷനും കൂടെ പറയണം. അപ്പോൾ സാധാരണ നമ്മൾ ആ ഡയറക്ഷൻ പറയാ ഈ പിയിൽ നിന്ന് എത്ര ആംഗിളിലാണ് ഈ റിസൾട്ടന്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് പറയാം. അത് കാണാനുള്ള ഫോർമുല കൂടെ അറിഞ്ഞിരിക്കുക. ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതാണ് ഫോർമുല, ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഈ ഫോർമുല വെച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡയറക്ഷനും കൂടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് പറഞ്ഞു. ഒന്ന് എന്താണ് ഫോഴ്സ് എന്ന്, അത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. എന്താണ് ഫോഴ്സ് എന്ന്? ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫോഴ്സുകൾ ഒരു ബോഡിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സുകൾ തരുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിംഗിൾ ഫോഴ്സിനാണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ്? ആ ബോഡിയിൽ അതേ ഇഫക്റ്റ് ആയിരിക്കും ക്രിയേറ്റ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോ ആണ് പാരലോഗ്രാം ലോ. റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അതുപോലെ തന്നെ എത്ര ആംഗിളിലാണ് അത് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. നമ്മളിനി ഏകദേശം നമുക്കപ്പോൾ ആൻസർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നു. അതായത് പി എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ്, രണ്ട് ഈക്വൽ ഫോഴ്സുകളാണ്. അതായത് ഇവിടെ പി ക്യൂ എന്ന് പറയുന്ന സെപ്പറേറ്റ് രണ്ട് ഫോഴ്സുകളില്ല. രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? പി തന്നെയാണ്. പക്ഷെ അവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചപ്പോഴും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് അഗെയിൻ പി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറിന്റെ സ്ഥാനത്ത് നമുക്ക് പി ആണ്, പിയുടെ സ്ഥാനത്ത് ഓൾറെഡി പി ആണ്, ക്യൂയുടെ സ്ഥാനത്തും പി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റയാണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ആൻസർ ഡി, അതായത് 120 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2p into p into cos theta എന്ന് വരും. This is equal to p is equal to square root of p square plus
2p² cos θ എന്നായിരിക്കും വരിക അല്ലേ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് p² പ്ലസ് p² എന്ന് വെച്ചാൽ 2p² ആണ്. അപ്പോൾ 2p² പ്ലസ് എഗെയിൻ ഇവിടെ 2p² ഉണ്ട്. സോ 2p² cos θ എന്നായിട്ട് മാറി. അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് 2p² എന്നുള്ളത് കോമൺ ആക്കി എടുക്കാമല്ലോ. ദെർഫോർ സ്ക്വയർ റൂട്ട് ഓഫ് 2p² ഇൻറ്റു 1 പ്ലസ് cos θ എന്നായിട്ട് മാറും. ഇനി ഈ ഇക്വേഷനെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. അപ്പോൾ p² എന്നായിട്ട് മാറും ലെഫ്റ്റിൽ. സ്ക്വയർ റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആവും. സോ 2p² ഇൻറ്റു 1 പ്ലസ് cos θ എന്നായിട്ട് മാറും. 2p² ഇൻറ്റു 1 പ്ലസ് cos θ. അപ്പോൾ p² ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ലെഫ്റ്റിൽ എന്താ ഉള്ളത്? 0 അല്ല 1 ആണ്. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 1 ആണ് വരിക. Therefore 1 is equal to 2 into 1 plus cos θ, or 1 plus cos θ എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? It is 1 by 2, or cos θ is equal to 1 by 2 minus 1, that is minus 1 by 2. Therefore theta equals cos inverse minus 1 by 2, which is equal to 120 degree. അപ്പോൾ എങ്ങനെയാണ് ഈ 120 ഡിഗ്രി വന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കോസിന്റെ വാല്യൂസ് സൈനിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് അറിയണം. മൈനസ് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ കോസ് സൈൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ട്രിഗണോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു കണ്ടീഷൻ 4 ക്വാഡ്രന്റുകൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രി ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിളായി മാറി അല്ലേ. ഇവിടെ ഈ കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ASTC അതാണ് ഓരോ ക്വാഡ്രന്റിലും ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് പോസിറ്റീവ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും 0ക്കും 90ക്കും ഇടയിൽ പോസിറ്റീവ് ആണ്. ഇവിടെ 90ക്കും 180ക്കും ഇടയിൽ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. 180ക്കും 270ക്കും ഇടയിൽ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. 270ക്കും 360ക്കും ഇടയിൽ കോസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ അല്ലെ. ഈ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ എന്താണ് ആ ഒരു വാല്യൂസ്? ഇനി സൈൻ 0 സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? കോസ് ആയി. അതായത് കോസ് 0 ആണ് ഇത് കോസ് 30 ആണ്. ദിസ് ഇസ് കോസ് 45, ദിസ് ഇസ് കോസ് 60, ദിസ് ഇസ് കോസ് 90. സൈൻ ബൈ കോസ് ആണ്. ടാൻ സെപ്പറേറ്റ് പഠിക്കണ്ട. ഇവിടെ എങ്ങനെയാണ് അത് 1/2 എന്നുള്ള ഒരു വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സൈൻ കോസിന്റെ വാല്യൂ 1/2 വരുന്നത് 60 ഡിഗ്രിയിലാണ്. പക്ഷെ 60 ഡിഗ്രിയിൽ എന്ന് പറയുന്നത് 0ക്കും 90ക്കും ഇടയിലാണ്. അത് പോസിറ്റീവ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പോസിബിലിറ്റി എന്ത് മാത്രമേ ഉള്ളൂ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ആ വാല്യൂ വീണ്ടും വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ കോസ് 120 ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈക്വൽ ടു കോസ്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. കോസ് 90 പ്ലസ് 30 എന്ന് എഴുതാം. വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു കോസ് 180 മൈനസ് 60 എന്ന് എഴുതി കൂടെ. ഈ 90യോട് കൂടെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ കോ ഫംഗ്ഷൻ എഴുതണം. കോ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസിന്റെ കോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സൈൻ ആണ്. സൈൻ ഞാൻ ഇനി എത്ര ആംഗിൾ ആണോ ഇതിന് 90യോട് കൂടെ ആഡ് ചെയ്തിരിക്കുന്നോ സബ്ട്രാക്ട് ചെയ്തിരിക്കുകയും ചെയ്യുന്നത് ആ വാല്യൂ ഇങ്ങോട്ടേക്ക് താഴേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ കോസ് 120 എന്ന് പറയുന്നത് സൈൻ 30ക്ക് ഈക്വൽ ആണ്. വിച്ച് ഈസ് അഗൈൻ 1/2. പക്ഷെ എങ്ങനെയാണ് നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ ഈ 120 എന്ന് പറയുന്ന ആംഗിൾ ഏത് ക്വാഡ്രന്റിലാണ് വരിക? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസിന്റെ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് സൈൻ ഇടണം. അപ്പൊ ഈ 120 എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിനെ നമുക്ക് അറിയാവുന്ന 30 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് നമ്മൾ മാറ്റി. ഇനി ഈ വാല്യൂ എങ്ങനെയാണ് മാറ്റുക? ഇവിടെ 180 ആണ് വന്നത്. അപ്പൊ 180യോട് കൂടെ നിങ്ങൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ ഇതേ ഫംഗ്ഷൻ തന്നെ താഴേക്ക് എടുത്ത് എഴുതിയാൽ മതി. നേരത്തെ എന്തുകൊണ്ടായിരുന്നു 90യോട് കൂടിയാണ് ഞാൻ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നത്. ഇവിടെ 180യോട് കൂടി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫംഗ്ഷൻ തന്നെ താഴേക്ക് എടുത്ത് എഴുതാം. എന്നിട്ട് ഇവിടെ എത്ര ആംഗിൾ ആണോ ഞാൻ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തിരിക്കുന്നത് അത് ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് 120 എന്ന് പറയുന്നത് കോസ് 60ക്ക് ഈക്വൽ ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് വാല്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ 1/2 എന്നുള്ളത്. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാനായിട്ട് എന്ത് ചെയ്യുക? 120 സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെയും ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഒരു നെഗറ്റീവ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ബാക്കിയുള്ള എല്ലാവരും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്.
നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നതായിരുന്നു കോസ് ഇൻവേഴ്സ് -1/2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് തീറ്റ ഈക്വൽസ് -1/2 ആണ് നിങ്ങൾക്ക് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റ എന്ന് പറയുന്നത് ഒരിക്കലും അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ആൻസർ ജഡ്ജ് ചെയ്യാം? ഇതാണ് 120 ആണ് ആൻസർ എന്നുള്ളത് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 1/2ലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പാരലോഗ്രാം ലോ വഴി ചെയ്ത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ, ന്യൂട്ടൺ മീറ്റർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സിംപിളി യൂണിറ്റ് അറിയോ കൺവേർഷൻ അറിയോ എന്ന് ചോദിക്കുന്ന പ്രോബ്ലം അറിയാമെന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ് ഈവൻ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പോലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യൂണിറ്റ്സിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് ആദ്യം ഇവിടെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്താണെന്നും പിന്നെ അതിന്റെ യൂണിറ്റ് എന്താണെന്നാണ് പറയാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആദ്യം എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് പെൻ. ഈ ഒരു പെന്ന് കൺസിഡർ ചെയ്യുക. ഞാൻ ഇതിനെ സിംപ്ലി ഇവിടെ ഒന്ന് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് ഈ പെന്നിന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക രണ്ട് ഇഫക്റ്റ് ആണ്. ഒന്നുകിൽ ബോഡിയിൽ ഒരു ട്രാൻസ്ലേറ്ററി മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയെ നേർരേഖയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യിക്കാനായിട്ട് ഡിസ്പ്ലേസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് ഒന്നാമത്തെ ഫോഴ്സിന്റെ എഫക്റ്റ്. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് വെച്ചാൽ ബോഡിയിൽ റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു വാതിൽ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. പുൾ ഓർ പുഷ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പുൾ എന്ന് പറഞ്ഞാലും പുഷ് എന്ന് പറഞ്ഞാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് അല്ലെ. ഇപ്പൊ ഒന്നുകിൽ പിടിച്ച് വലിക്കുന്നു അല്ലെങ്കിൽ പിടിച്ച് തള്ളുന്നു, രണ്ടാണെങ്കിലും ഫോഴ്സ് ആണ്. ഈ വാതിലിനെ വിജാഗിരി വെച്ചുകൊണ്ട് അതിന്റെ ഹിഞ്ച് വെച്ചുകൊണ്ട് ആ ഒരു വോളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ വിജാഗിരി വഴി അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന്റെ ട്രാൻസ്ലേറ്ററി മൂവ്മെന്റ് ഞാൻ തടഞ്ഞിരിക്കുകയാണ് അല്ലെ. അതായത് ആ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. നേരെ മറിച്ച് അതിന് എന്തിനുള്ള ഫ്രീഡം ഉണ്ട്? അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ വാതിൽ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഏതിനെ ബേസ് ചെയ്തുകൊണ്ട്? ആ ഹിഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് റൊട്ടേഷണൽ ഇഫക്റ്റ് ഈസ് കോൾഡ് മൊമെന്റ്. ഓക്കെ, ആ റൊട്ടേഷണൽ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രത്തോളം മൊമെന്റ് ഞാൻ അപ്ലൈ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ആ വാതിലിന്റെ കേസ് തന്നെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതാണ് നിങ്ങളുടെ ഡോർ എന്ന് വിചാരിക്കുക. ഇവിടെയാണ് നിങ്ങൾ അതിനെ ഹിഞ്ച് ചെയ്തിരിക്കുന്നത്. ഹിഞ്ച് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് അത്ര ആധികാരികമായിട്ട് വരയ്ക്കുന്നൊന്നുമില്ല. ഇവിടെയാണ് നിങ്ങളുടെ ഡോറിന്റെ ആ ഒരു ഹാൻഡിൽ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഡോർ എന്ത് ചെയ്യുന്നു? ഈ ഹിഞ്ചിനെ ബേസ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. സപ്പോസ് നിങ്ങൾ ഇവിടെയാണ് ഇത് വെക്കുന്നത് വിചാരിക്കുക, ഈ ഹാൻഡിൽ ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനെ തുറക്കാനോ അടയ്ക്കാനായിട്ട് ചെയ്യേണ്ട എഫേർട്ട് കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? ഓക്കെ, ഞാൻ പറഞ്ഞു ആ എഫേർട്ടിന്റെ ഒരു മെഷറാണ് മൊമെന്റ്. എത്രത്തോളം റൊട്ടേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. കാരണം ആ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ ആവശ്യം നടക്കുള്ളൂ, വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ നടക്കുള്ളൂ അല്ലെ. അപ്പൊ എത്രത്തോളം ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് കാണിച്ചു തരുന്ന ഒരു ടേമാണ് മൊമെന്റ് എന്ന് പറയുന്നത്. ആ മൊമെന്റ് അല്ലെങ്കിൽ ആ എഫേർട്ട് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഒബ്വിയസ്ലി കൂടുകയാണ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് കൂടും, നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട റിസൾട്ട് സെയിം ആണ് രണ്ട് കേസിലും. അതായത് ഡോറിന്റെ ഹാൻഡില് ഏറ്റവും എൻഡിൽ കൊണ്ടുവച്ചാലും നടുക്ക് കൊണ്ടുവച്ചാലും നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഇഫക്റ്റ് എന്താണ്? സെയിം ആണ്. കാരണം ഡോറിനെ എനിക്ക് ഓപ്പൺ ചെയ്യണം, ഇതാണ് നിങ്ങളുടെ റിസൾട്ട്. ആ റിസൾട്ട് രണ്ട് കേസിലും സെയിം ആണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ എഫേർട്ട് എന്ത് ചെയ്തു? കൂടി. അപ്പൊ ഇവിടെ എന്താണ് മാറ്റം വന്നത് ശ്രദ്ധിക്കുക. ഇനീഷ്യൽ കേസിൽ ഈ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൽ നിന്ന് ഈ ഹിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു, ലെറ്റ് ഇറ്റ് ബി d1. നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് F1. പക്ഷെ രണ്ടാമത്തെ കേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സും ഈ ഹിഞ്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു, ഈ d2 ആയിട്ട് കുറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എഫേർട്ട് കൂടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ F1 ഈസ് ലെസ് ദാൻ F2 വെൻ d2 ഈസ് ലെസ് ദാൻ d1. ഡിസ്റ്റൻസ് കുറഞ്ഞപ്പോൾ ഫോഴ്സ് കൂടി. അപ്പൊ നേരെ തിരിച്ചും പറഞ്ഞൂടെ, ഫോഴ്സ് കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കൂട്ടി വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എഫേർട്ട് നമ്മൾ എപ്പോഴും കുറയ്ക്കാനല്ലേ ശ്രമിക്കുക. അതിനാണ് നമ്മൾ മെഷീനറി പോലെയുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഹ്യൂമൻ എഫേർട്ട് കുറയ്ക്കണം. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് കുറവ് അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ആ ഡോറിനെ ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഡോറിന്റെ എൻഡിൽ എപ്പോഴും എന്ത് വെക്കുന്നത്? ആ ഒരു ഹാൻഡിൽ കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ഇഫക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? അപ്പോൾ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതായത് F ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു D അല്ലെ.
എന്ന് വെച്ചാൽ എഫ് ഇൻറ്റു ഡി ഈസ് എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആള് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത റിസൾട്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറിനെ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക എന്നതിന്റെ റിസൾട്ട് ആണ്. ആ റിസൾട്ട് ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, രണ്ട് കേസിലും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെന്റ് ആണ്. ആ ഫോഴ്സ് ഡിഫറെന്റ് ആവാൻ കാരണം ഞാൻ ആ ഡിസ്റ്റൻസ് മാറ്റിയതാണ്. അപ്പൊ ഡിസ്റ്റൻസ് കുറയ്ക്കും തോറും എനിക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസും ഫോഴ്സും ഇൻവേഴ്സ് റിലേഷനിലാണ്. ആ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കോൺസ്റ്റന്റ്. ഞാൻ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. എഫ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണമല്ലോ. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത റൊട്ടേഷണൽ റിസൾട്ട് ആണ്, റൊട്ടേഷണൽ ഇഫക്റ്റ് ആണ്. ആ റൊട്ടേഷണൽ ഇഫക്റ്റിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, മൊമെന്റ് എന്ന് പറയുന്നത്, മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ്? മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്ലൈ ചെയ്ത ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് മൊമെന്റിന്റെ ഒരു ഫോർമുല. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദ perpendicular distance between the force and the point about which the body rotates. അല്ലെ, ആ ഹിഞ്ചിനെ ബേസ് കൊണ്ടാണ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് മുതൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് വരെ ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്, ഈ ഫോഴ്സ് മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെന്റ്? യൂണിറ്റ് ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദെർഫോർ ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ ഇസ് ദാൻ. അപ്പൊ ശ്രദ്ധിക്കുക, മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതായത് നിങ്ങൾ പുള്ള് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് അല്ല, പുഷ് ചെയ്യുമ്പോൾ ഇതേ ഡോറിനെ തന്നെ നിങ്ങൾ പിടിച്ച് വലിക്കുമ്പോൾ കിട്ടുന്ന ഒരു തരത്തിലുള്ള റൊട്ടേഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡോറിനെ നിങ്ങൾ വലിച്ചപ്പോൾ അത് ക്ലോസ് ചെയ്തു, അതേ ഡോറിനെ നിങ്ങൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ക്ലോസ് ആവാണോ ചെയ്യുക? ഒബ്വിയസ്ലി അത് ഓപ്പൺ ആവുകയാണ് ചെയ്യുക, അല്ലെ? അതുകൊണ്ട് മൊമെന്റിന്റെ കൂടെ നമ്മൾ എന്തും പറയണം, ഡയറക്ഷനും കൂടെ പറയണം. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൊമെന്റ് ഒരു റൊട്ടേഷൻ ആണ്. അപ്പോൾ റൊട്ടേഷൻ നമ്മൾ സാധാരണ ഡയറക്ഷൻ പറയാം, ഒന്നുകിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്തു അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്തു എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് മൊമെന്റിന്റെ ഒരു പ്രത്യേകത. മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, അതിന്റെ കൂടെ ഡയറക്ഷനും പറയേണ്ടത് അത്യാവശ്യമാണ്. സോ ദ ആൻസർ ഈസ് വാട്ട്? ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 forces A, B and C of magnitude 4 Newton, 6 Newton and 10 Newton acting on a particle are in equilibrium. Then it can be concluded that A and B are perpendicular to each other, B is non-coplanar, C is non-concurrent, B and C are acting in opposite directions. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് പ്രശ്നമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത്. പക്ഷെ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയണം. ഫോഴ്സ് സിസ്റ്റം എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റും അറിയണം. ഓക്കെ, അപ്പൊ എന്താണ് ഫോഴ്സ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ ഫോഴ്സ് സിസ്റ്റം? ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും ഒരു സിംഗിൾ ഫോഴ്സ് ആയിരിക്കില്ല ആക്ട് ചെയ്യുക. ഒരുപാട് ഫോഴ്സസ് സെയിം ബോഡിയിൽ അറ്റ് എ ടൈം ആക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സുകളെയൊക്കെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണെന്ത്? ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബോഡിയിൽ ഒന്നിലധികം ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സുകളെയൊക്കെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഫോഴ്സ് സിസ്റ്റമാണ് കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം. വളരെ എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. കോ എന്നുള്ള ടേം കാണുമ്പോൾ മനസ്സിലാക്കുക സെയിം എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ അതിന്റെ കൂടെ എന്തുണ്ട്? ലൈൻ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾക്ക് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ്, ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. ഇതേ ബോഡിയിൽ ഒരു 200 ന്യൂട്ടൺ ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ് ഞാൻ അപ്ലൈ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് ഒരാൾ പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും ഡയറക്ഷൻസ് എന്തുതന്നെയാണ്? സെയിം തന്നെയാണ്. മാത്രമല്ല അവരുടെ ലൈൻ കണ്ടോ, ഒരേ ലൈനിലാണ് ആ ഫോഴ്സസ് കിടക്കുന്നത്. ഇത്തരം ഫോഴ്സ് സിസ്റ്റത്തിനെയാണ് ഇവിടെ, ഇതൊരു ഫോഴ്സ് സിസ്റ്റമാണ്, കാരണം ഒന്നിലധികം ഫോഴ്സസ് ഉണ്ട്. ഫോഴ്സ് സിസ്റ്റമാണ്. മാത്രമല്ല ആ ഫോഴ്സുകളുടെയൊക്കെ ലൈൻ ഒരേ ലൈനിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് ആക്ഷൻ. ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഏത് ലൈനിന് അലോങ് ആയിട്ടാണോ ആ ഫോഴ്സിന്റെ ഇഫക്റ്റ് ആക്ട് ചെയ്യുന്നത് അതിനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് സിസ്റ്റത്തിലെ എല്ലാ ഫോഴ്സുകളുടെയും ലൈൻസ് ഓഫ് ആക്ഷൻ ഒരേ ലൈനിൽ കൂടെയാണെങ്കിൽ അതിനെ കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നു. അപ്പൊ ശ്രദ്ധിക്കുക,
ഇതിൽ ഈ 200 ന്യൂട്ടൺ എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ടേക്കാണെങ്കിലും അത് കൊലീനിയർ തന്നെയാണ്. കാരണം എന്താ, ഇപ്പോഴും അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആ ഏരോ നിൽക്കുന്ന ലൈൻ എന്ന് പറയുന്നത് 100 ന്യൂട്ടന്റെ ലൈൻ ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതെന്ത് തന്നെയാണ്. അപ്പോൾ സെയിം ഡയറക്ഷനിൽ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. സിംപ്ലി എന്തായിരിക്കണം, അവരുടെയൊക്കെ ലൈൻസ് ഓഫ് ആക്ഷൻ ഒരേ ലൈനിലായിരിക്കണം കിടക്കേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് സിസ്റ്റം ആണ്. രണ്ടാമത്തെയാണ് കോ പ്ലാനർ. എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ പറയാവുന്നേ ഉള്ളൂ. കോ പ്ലാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സർഫസ് അല്ലെങ്കിൽ പ്ലെയിൻ എന്ന് പറയുന്നത്, ഈ ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണ് അല്ലെ. ആ പ്ലെയിനിലാണ് എല്ലാ ഫോഴ്സുകളുടെയും ലൈൻസ് ഓഫ് ആക്ഷൻ കിടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കോ പ്ലാനർ ഫോഴ്സ് സിസ്റ്റം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ബോഡി, ഇതാണ് ബോഡി. ഈ ബോഡിയിൽ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുക. ചിലത് പുഷ് ചെയ്യുന്നതാണ്, ചിലത് പുൾ ചെയ്യുന്നതാണ്. പക്ഷെ ഒരുപാട് ഫോഴ്സുകൾ ഡിഫറെന്റ് ഡയറക്ഷൻസിൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാതും ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന പ്ലെയിനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതെന്താണ്, കോ പ്ലാനർ ആണ്. പക്ഷെ ഒരു 3 ഡയമെൻഷണൽ ബോഡിയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ, ഒരു 3 ഡയമെൻഷണൽ ബോഡി, ഇതൊരു ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഈ ബോക്സിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിച്ചു, ഒരാൾ ഈ ഡയറക്ഷനിലേക്ക് പിടിച്ചു വലിച്ചു, ഒരാൾ മുകളിലേക്ക് പിടിച്ചു വലിച്ചു, ഒരാൾ ഇങ്ങനെയാണ് പിടിച്ചു വലിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായി, അത് 3 ഡയമെൻഷണൽ, അതായത് ഒരു പ്ലെയിനിലല്ല എല്ലാ ഫോഴ്സുകളും കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ നോൺ കോപ്ലാനർ എന്ന് പറയുന്നു. നോൺ കോപ്ലാനർ എന്ന് പറയുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ കൊലീനിയർ ഫോഴ്സ് സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, നോൺ കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം ആയിരിക്കും. നോൺ കൊലീനിയർ, അതായത് എല്ലാവരുടെയും ലൈൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് നിൽക്കുന്നുണ്ട്, ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ്, ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ 50 ന്യൂട്ടൺ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് 200ന്റെയും 100ന്റെയും എലോങ് ആയിട്ടല്ല കിടക്കുന്നത്. അതുകൊണ്ട് അതൊരു നോൺ കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം ആയിട്ട് മാറും. ഇനി മൂന്നാമത്തെയാണ് പാരലൽ ഫോഴ്സ് സിസ്റ്റം. പാരലൽ ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ തന്നെയുണ്ട്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം പരസ്പരം പാരലൽ ആയിട്ടാണെങ്കിൽ ഇതാണ് പാരലൽ ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ ഫോഴ്സ് സിസ്റ്റം. ഈ പാരലൽ തന്നെ 2 കേസുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഈ ബോഡിയിൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം, ഇതാണ് ബോഡി. ഇങ്ങനെ ഒരു കേസ് വരാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 2 ഫോഴ്സുകൾ ഒരേ ഡയറക്ഷൻ, മൂന്നാമത്തെ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്. ഇതിനെയാണ് ലൈക്ക് പാരലൽ എന്ന് പറയുന്നത്, ഇതിനെ അൺലൈക്ക് പാരലൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ ലൈൻസ് ഓഫ് ആക്ഷൻസ് എല്ലാം പാരലൽ ആണ്, അതേപോലെ തന്നെ ഒരേ ഡയറക്ഷനുമാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലൈക്ക് പാരലൽ ഫോഴ്സ് സിസ്റ്റം. പക്ഷെ ഏതെങ്കിലും ഒരാളുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അൺലൈക്ക് പാരലൽ ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, ഇതാണ് അവിടെ വരുന്നത്. ലാസ്റ്റ് ആളെയാണ് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. വെരി ഇമ്പോർട്ടൻറ്റ്. ഫോഴ്സ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളാണ് കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ ചിലപ്പോൾ കൺകറന്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ അധികാരമുള്ള ചില, അല്ലെങ്കിൽ രണ്ടു പേർക്കും അധികാരമുള്ള ചില ലിസ്റ്റുകളുണ്ട്. അങ്ങനത്തെ ചില വകുപ്പുകളുണ്ട്. അതാണ് കൺകറന്റ് എന്ന് പറയുന്നത്. കൺകറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിച്ചേർന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സിസ്റ്റം ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇവരുടെയൊക്കെ ലൈൻസ് ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു കോമൺ പോയിന്റിൽ വന്നിട്ട് അത് മീറ്റ് ചെയ്യുന്നത് കാണാം. ഫോഴ്സുകളുടെ ഡയറക്ഷനോ ഒന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഇതെല്ലാം ഒരു ബോഡിയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇവരുടെ ലൈൻസ് ഓഫ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കോൾഡ് കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. അപ്പോൾ ഇഫ് ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ദ ഫോഴ്സസ് മീറ്റ് അറ്റ് എ കോമൺ പോയിന്റ് ഇറ്റ് ഈസ് കോൾഡ് കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കൺകറൻസി എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് സിസ്റ്റം ആയിട്ട് നമുക്ക് പറയാനുള്ളത്. കൊലീനിയർ, കോപ്ലാനർ, പാരലൽ ഫോഴ്സ് സിസ്റ്റം, അതുപോലെ തന്നെ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഇനി നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷൻ? വാട്ട് ഈസ് മീൻ ബൈ ഇക്വിലിബ്രിയം? നിങ്ങൾ പെട്ടെന്ന് എന്തായിരിക്കും മൈൻഡിൽ ഓർമ്മ വരുന്നത്? ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? അനങ്ങാതെ നിൽക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ശ്രദ്ധിക്കുക, അനങ്ങാതെ നിൽക്കുന്നത് മാത്രമല്ല ഇക്വിലിബ്രിയം, നമുക്ക് മറ്റ് പല ഇക്വിലിബ്രിയംസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്താണ് ഒരു ബോഡി, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് എങ്ങനെയാണ് പറയാന്നുള്ളത് കണ്ടീഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ബോഡിയിൽ ഇതിപ്പോൾ അനങ്ങാതെ സ്റ്റാറ്റിക് ആയിട്ട് ഒരു സർഫസിൽ ഇരിക്കുകയാണ്. ഒരു ടേബിളിന്റെ പുറത്തൊരു ബുക്ക് ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. ഈ ബുക്കിനെ നിങ്ങളൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് വെച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് വലിച്ചു. സ്വാഭാവികമായിട്ട് ആ ബുക്ക് എന്ത് ചെയ്യും? അങ്ങോട്ട് സ്ലൈഡ് ചെയ്യും. പക്ഷെ ഞാൻ 2 കൈ കൊണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഈക്വൽ ഫോഴ്സ് വെച്ച് വലിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പെന്നിനെ ഞാൻ ഒരു ഡയറക്ഷനിലേക്ക് പിടിച്ച് വലിക്കുമ്പോൾ അത് നീങ്ങുന്നുണ്ട്.
പക്ഷെ രണ്ട് ഡയറക്ഷനിലേക്കും ഈക്വൽ ആയിട്ട് പിടിച്ച് വലിക്കുമ്പോൾ ഉണ്ടോ ആ പെൻ അതുപോലെ തന്നെ നിൽക്കുന്നു. പക്ഷെ ഇപ്പോഴും ഈ പെന്നിലെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കും ആ ഫോഴ്സുകൾക്ക് സംഭവിച്ചത്? ഒരു ഫോഴ്സ് എൻ്റെ ഈ റൈറ്റ് ഹാൻഡ് ഈ ബോഡിയിൽ എന്ത് ഇഫക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ക്യാൻസൽ ചെയ്യാണ്. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇഫക്റ്റിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബോഡി എന്ത് അവസ്ഥയിലായിരുന്നോ തുടർന്നിരുന്നത് ആ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത ഈ രണ്ട് ഫോഴ്സുകൾ ഏത് ടൈപ്പ് ഫോഴ്സ് സിസ്റ്റം ആണെന്ന് പറയാമോ? ഈ രണ്ട് ഫോഴ്സുകളുടെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരേ ലൈനിലാണ് കിടക്കുന്നത്. കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം ആണ്. ഈ കൊലീനിയർ ഫോഴ്സ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകൾ കൊലീനിയർ ആണെങ്കിൽ വാട്ട് ഈസ് എ റിസൾട്ടന്റ് ഫോഴ്സ്? റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താ? 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് ഈ ബോഡിയെ ഡിസ്പ്ലേസ് ചെയ്തു, 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് ഈ ബോഡിയെ ഡിസ്പ്ലേസ് ചെയ്തു. ആ ബോഡി അവിടെ തന്നെ നിൽക്കുക. എങ്ങനെയാണ് റിസൾട്ടന്റ് എന്ന കൺസെപ്റ്റ് എന്തായിരുന്നു? ഇതേ ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫോഴ്സ് അല്ലെ? ഈ രണ്ട് പേര് ഇതിൽ എന്ത് ഇഫക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതേ ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? റിസൾട്ടന്റ് അല്ലെ? റിസൾട്ടന്റ്. ഇതിൽ ഞാൻ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം? അതായത് ഈ ബോഡി ഇനിയിപ്പോൾ എനിക്ക് ഈ രണ്ട് ഫോഴ്സുകളും ഇല്ല, എനിക്ക് ഇവരുടെ റിസൾട്ടന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ അപ്ലൈ ചെയ്തിരുന്ന ആ രണ്ട് ഫോഴ്സുകളും പ്രൊഡ്യൂസ് ചെയ്ത അതേ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, സിംഗിൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. എത്രയായിരിക്കും ആ ഫോഴ്സ് എന്ന് ആലോചിച്ച് നോക്കൂ. 10 ന്യൂട്ടൺ അങ്ങോട്ടേക്ക് വലിച്ചു, ഓപ്പോസിറ്റ് 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് വലിച്ചു, ബോഡി ഇപ്പം അനങ്ങാതെ നിൽക്കുകയാണ്. ഒരു ബോഡി, വെറുതെ ഇരിക്കുന്ന ഒരു ബോഡിയെ എനിക്ക് അനക്കാതെ നിർത്തണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യണോ? അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ റിസൾട്ടന്റിന്റെ കൺസെപ്റ്റിൽ തന്നെ നമുക്ക് എത്രയാണ് ഇതിന്റെ റിസൾട്ടന്റ് എന്ന് കണ്ടുപിടിക്കാം. റിസൾട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ഒന്നിലധികം ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സുകൾ കൂടിച്ചേർന്ന് എന്ത് ഇഫക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അത് തന്നെ തരുന്ന ഒരു സിംഗിൾ ഫോഴ്സ് ആണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത ഈ സ്പെഷ്യൽ സിറ്റുവേഷനിൽ ഈ രണ്ട് 10 ന്യൂട്ടൺ ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അവർ പരസ്പരം ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ബോഡി ഇപ്പം അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പകരം ഞാൻ ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യാതിരുന്നാലും ഇതേ ഇഫക്റ്റ് തന്നെയല്ലേ പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? റിസൾട്ടന്റ് ഈസ് 0. ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ഇനി അടുത്തൊരു കണ്ടീഷൻ, ഞാനൊരു 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്തു, ഒരു 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്തു, ഇങ്ങോട്ടേക്ക് ഒരു 15 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു, താഴേക്ക് ഒരു 15 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ബോഡിയിലെ എക്സ് ഡയറക്ഷനിലും രണ്ട് ഫോഴ്സുകൾ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വൈ ഡയറക്ഷനിലും ബോഡിയെ രണ്ട് ഫോഴ്സുകൾ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റിലേക്കുള്ള 10 ന്യൂട്ടൺ എന്ത് ഇഫക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതേ ഇഫക്റ്റ് തന്നെ ലെഫ്റ്റിലേക്കുള്ള 10 ന്യൂട്ടൺ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നെറ്റ് ഇഫക്റ്റിൽ ബോഡിക്ക് ഹൊറിസോണ്ടലി എക്സ് ഡയറക്ഷനിൽ യാതൊരു മൂവ്മെന്റും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി വൈ ഡയറക്ഷൻ നോക്കൂ, 15 ന്യൂട്ടൺ ഫോഴ്സ് മുകളിലേക്ക് അത് ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് 15 ന്യൂട്ടൺ താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അഗെയിൻ ബോഡിക്ക് വെർട്ടിക്കലായിട്ട് യാതൊരു മൂവ്മെന്റും ഇല്ല. ഈ കേസിലെ ബോഡി എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്. കാരണം ബോഡി അതേ അവസ്ഥയിൽ തന്നെ തുടരും. അഗൈൻ വാട്ട് ഈസ് റിസൾട്ടന്റ് ഫോഴ്സ്? റിസൾട്ടന്റ് ഫോഴ്സ് ഇവിടെയും തന്നെയാണ് 0. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ? ഒരു ബോഡിയിൽ ഒന്നിലധികം ഫോഴ്സുകൾ ആക്ട് ചെയ്ത് ആ ഫോഴ്സുകളെല്ലാം ഒരു 0 റിസൾട്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ആ ഫോഴ്സുകളുടെ എല്ലാം റിസൾട്ടന്റ് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ആ ബോഡി എന്തിലാണെന്ന് നമുക്ക് പറയാം? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്ന് പറയാം. കാരണം റിസൾട്ടന്റ് 0 മീൻ ചെയ്യുന്നത് തന്നെ ബോഡിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ മാറ്റം സംഭവിക്കാത്ത ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ന് പറയുന്നത് ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ലേമൻ ലാംഗ്വേജിലുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇക്വിലിബ്രിയത്തിന് പല മീനിങ്ങുകളുണ്ട്, പല തരത്തിലുള്ള ഇക്വിലിബ്രിയംസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ്. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റിൽ തന്നെ തുടരുന്ന അവസ്ഥയെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അതല്ലാതെ ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്, അതിനെപ്പറ്റി അങ്ങനെ ക്വസ്റ്റൻ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡർ എ ബോഡി. ഓക്കെ, കൺസിഡർ എ ബോഡി. ഈ ബോഡിയിൽ ഒരു 4 ന്യൂട്ടൺ ഫോഴ്സ് റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു, 6 ന്യൂട്ടൺ ഫോഴ്സ് മുകളിലേക്കും ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ എത്രയായി? 90 ഡിഗ്രി ആയിട്ട് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇത് പോസിബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ബിറ്റ്വീൻ ദം? ഈ 4 ന്യൂട്ടനും 6 ന്യൂട്ടനും പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടന്റ് എത്രയായിരിക്കും? ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു റിസൾട്ടന്റ് കാണാനുള്ള ഫോർമുല രണ്ട് ഫോഴ്സുകൾ √p² + q² +
2pq cos theta എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. Therefore this is equal to square root of p എന്ന് പറയുന്നത് ഞാൻ 4 ന്യൂട്ടൺ ആയിട്ട് എടുക്കുകയാണ്, q എന്ന് പറയുന്നത് 6 ന്യൂട്ടൺ ആയിട്ട് എടുക്കുകയാണ്, 2 into 4 into 6 into cos, അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പോൾ cos 90 എന്ന് പറയുന്നത് 0 ആയിട്ട് പോയി. അപ്പോൾ ആകെ റിമെയിൻ ചെയ്യുന്നത് root of 4 square plus 6 square, that is square root of 16 plus 36, that is equal to square root 52 ആണ് വരിക. സ്ക്വയർ റൂട്ട് 52 ആണ് നമുക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഒബിയസ്ലി സംതിങ് ഒരു 7 പോയിന്റ് സംതിങ് ആണ് വരിക, കാരണം 49ന്റെ റൂട്ടാണ് 7, അപ്പോൾ 7 പോയിന്റ് സംതിങ് ആണ്, അപ്രോക്സിമേറ്റ്ലി 7 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. ഇനി അവിടെ മൂന്നാമതൊരു ഫോഴ്സും കൂടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ് ഒരിക്കലും ഈ 7 ന്യൂട്ടൺ ഫോഴ്സ് ആയിട്ട് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ മാത്രമല്ല ഈ ക്വസ്റ്റ്യനിൽ ഓൺ എ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ടേം ഒന്ന് ശ്രദ്ധിക്കണം. പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബോഡി എന്ന് പറയുന്ന രണ്ടും വ്യത്യാസമുണ്ട്. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 സൈസ് ഉള്ള ഒരു പോയിന്റിനെയാണ് സാധാരണ പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. ബോഡി എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഡയമെൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ആക്ച്വലി ഒരു ബോഡി ആണെങ്കിലും ഈ രണ്ട് ഫോഴ്സുകൾ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നിട്ട് നിങ്ങൾക്ക് ആ പാർട്ടിക്കിളിനെ മാത്രമാണ് എടുക്കേണ്ടത്, അതായത് ഈ ബോഡിയെ എടുക്കണമെന്നില്ല. മനസ്സിലായോ? ഇവിടെയാണ് എങ്ങനെയാണ് ആക്ച്വലി ആ ഫോഴ്സുകൾ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ഡയമെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു പോയിന്റിൽ ആ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതേ പോയിന്റിൽ കൂടെ തന്നെ 10 ന്യൂട്ടൺ ഫോഴ്സും പാസ് ചെയ്യണ്ടേ, മൂന്നാമത്തെ ഫോഴ്സും അതിൽ കൂടെ തന്നെ പാസ് ചെയ്യണം. അപ്പോൾ ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്താലും ഈ 7 ന്യൂട്ടൺ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് ഞാൻ ഈ പെന്നിൽ ഒരു 7 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ 7 ന്യൂട്ടനെ ക്യാൻസൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് ഡയറക്ഷനിൽ 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്താലും അത് ഇക്വിലിബ്രിയത്തിലാകില്ല. അവിടെ ഒരു നോൺ സീറോ റിസൾട്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് എ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബോഡി ഓൾറെഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബോഡിയിലെ റിസൾട്ടന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതൊരിക്കലും ഈ എ ഓപ്ഷന് പോസിബിൾ അല്ല. ബി ഈസ് നോൺ കോപ്ലാനാർ. ബി എന്ന് പറയുന്ന ഫോഴ്സ് നോൺ കോപ്ലാനാർ ആണെങ്കിൽ പോലും നമുക്ക് ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. നോൺ കോപ്ലാനാർ എന്ന് വെച്ചാൽ എന്താ? ഈ പാർട്ടിക്കിളിൽ നിന്ന് ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ്, ബാക്കി രണ്ട് ഫോഴ്സുകൾ ഒരേ ഡയറക്ഷനിൽ, മേ ബി ഏതെങ്കിലും ആംഗിളിലായിരിക്കാം. പക്ഷെ മൂന്നാമത്തെ ഫോഴ്സ് നിൽക്കുന്നത് വേറൊരു പ്ലെയിനിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ചുമരിന്റെ നിങ്ങൾ ആ ഒരു റൂമിന്റെ കോർണർ ആ പാർട്ടിക്കിൾ ആയിട്ട് ഇമാജിൻ ചെയ്യുക. അതിൽ ഡിഫറെന്റ് പ്ലെയിൻസുകളുണ്ട്. വോള് ഒരു പ്ലെയിൻ ആണ്, അതുപോലെ തന്നെ അടുത്ത അഡ്ജസന്റ് ആയിട്ടുള്ള വോള് ഒരു പ്ലെയിൻ ആണ്, അതുപോലെ തന്നെ ഫ്ലോർ വേറൊരു പ്ലെയിൻ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഫ്ലോറിൽ ആക്ട് ചെയ്യുന്നു, ബാക്കി രണ്ട് ഫോഴ്സുകളും ഒരു വോളിൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് 3യും എന്തല്ല, ബി എന്ന് പറയുന്ന ഓപ്ഷനും പോസിബിൾ അല്ല. സി ഈസ് നോൺ കൺകറന്റ്. ഈ നോൺ കൺകറന്റ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബോഡിയിലാണ് ആ നോൺ കൺകറന്റ് എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഓൺ എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഓൾറെഡി ഒരു സിംഗിൾ പോയിന്റ് ആണ്. ആ പോയിന്റിൽ പിന്നെ നോൺ കൺകറൻസി പോസിബിൾ ആണോ? കാരണം കൺകറന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ലൈൻ ഓഫ് ആക്ഷൻ ഒരു ബോഡി ഒരു പോയിന്റിൽ വന്ന് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതൊരു ബോഡിയിലാണെങ്കിലല്ലേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ബോഡിയിൽ എനിക്ക് രണ്ട് ഫോഴ്സുകൾ ഞാൻ അപ്ലൈ ചെയ്തു. ഇവരുടെ ലൈൻസ് ഓഫ് ആക്ഷൻ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ ഫോഴ്സ് ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്തെങ്കിലോ അത് ഈ പോയിന്റിൽ കൂടെയാണോ പാസ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ ബോഡി എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഓപ്ഷന് ഒരു സിഗ്നിഫിക്കൻസ് നമുക്കില്ല എന്ന് പറയാം. അതുകൊണ്ട് ഇതൊരു ഓപ്ഷൻ അല്ല. ഇനി ലാസ്റ്റ് ഓപ്ഷൻ, ബി ആൻഡ് സി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നോക്കാം അതെന്താ പോസിബിലിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇതാണ് നിങ്ങളുടെ പോയിന്റ്. 4 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക്, ആ ഡയറക്ഷനിൽ തന്നെ 6 ന്യൂട്ടനും ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇതാണ് എ എന്ന് പറയുന്ന ഫോഴ്സ്, ഇതാണ് ബി എന്ന് പറയുന്ന ഫോഴ്സ്. ഓക്കെ, ഞാനൊരു സർട്ടൺ കണ്ടീഷനാണ് പറയുന്നത്. ഇനി ബി ആൻഡ് സി ആർ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന 10 ന്യൂട്ടൺ ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യേണ്ടത്. ഇത് ഇക്വിലിബ്രിയത്തിലാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാമോ? ഈ 4 ന്യൂട്ടനും 6 ന്യൂട്ടനും ചേർന്ന് ഒരേ ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരും കമ്പൈൻഡ് ആയിട്ട് ഒരു 10 ന്യൂട്ടൺ പ്രൊഡ്യൂസ് ചെയ്യില്ലേ
അല്ലെ 4 ന്യൂട്ടൺ എന്ന് പറയുന്ന ആള് പ്ലസ് 6 ന്യൂട്ടന്റെ ആള്. എന്തുകൊണ്ടാണ്? രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് എന്ന് വെച്ചാൽ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 0 ആണ്. അപ്പൊ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos 0. cos 0 എന്ന് വെച്ചാൽ എത്രയാ? 1 ആണ് അല്ലെ? cos 0 is 1. അപ്പൊ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഇതെന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ ഓൾ സ്ക്വയർ ആണ്. അതിന് രണ്ടും കൂടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് പി പ്ലസ് ക്യൂ എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലീനിയർ ആയിട്ട് രണ്ട് ഫോഴ്സുകൾ ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് സിംപ്ലി അവരുടെ സം ആയിരിക്കും. ഇനി അപ്പൊ എനിക്ക് ഈ പാർട്ടിക്കിളിനെ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഇവരുടെ റിസൾട്ടന്റ് ആയിട്ടുള്ള 10 ന്യൂട്ടനും റൈറ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത സി എന്ന് പറയുന്ന 10 ന്യൂട്ടനും അപ്ലൈ ചെയ്യുന്നുണ്ട് ഇമാജിൻ ചെയ്യാം. നോക്കൂ, ഈ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലല്ലേ? ഒബ്വിയസ്ലി ഇത് പോസിബിൾ ആണ്. അപ്പൊ ഇത് ഒരു പോസിബിലിറ്റി ആണ്. അതായത് ഈ 6 ന്യൂട്ടൺ 10 ന്യൂട്ടണും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനിൽ ബോഡിക്ക് ഇക്വിലിബ്രിയം, ഈ പാർട്ടിക്കിളിന് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എപ്പോ? ഈ എ എന്ന് പറയുന്ന ഫോഴ്സ് ബിയുടെ അതേ ഡയറക്ഷനിലാണെങ്കിൽ മാത്രം. അപ്പൊ ബിയും സിയും ഇവര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 6 ന്യൂട്ടനും 10 ന്യൂട്ടനും ഓപ്പോസിറ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 4 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇവരുടെ റിസൾട്ടന്റ് 14 ന്യൂട്ടൺ ആയി. അപ്പൊ 14ഉം 6ഉം ഒരിക്കലും ബാലൻസ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് പോസിബിലിറ്റി ചെക്ക് ചെയ്യണം? ഈ 4 ന്യൂട്ടൺ ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 4 ന്യൂട്ടൺ ഇങ്ങോട്ടേക്ക് വന്ന് ലെഫ്റ്റിൽ 6ന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്തുകൂടെ? പറ്റും. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഇവിടെ ഒരു പോസിബിൾ ആൻസർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ബി ആൻഡ് സി ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ദ ആൻസർ ഈസ് ഡി. അപ്പൊ ഇത്രയും വളരെ പരിമിതമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസേ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കിട്ടിയിട്ടുള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞു, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ കൂടെയാണ് ഇതിന്റെ സിലബസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ ക്വസ്റ്റ്യൻസും നോക്കാം.